ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ 1 ഇയർ കറണ്ട് അഫയേഴ്സിന്റെ വരുന്ന പൊളിറ്റിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണെന്ന്. ഓക്കെ, അപ്പൊ പൊളിറ്റി ഓൾറെഡി നമ്മൾ ഒന്നാമത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അത് ക്ലാസ് ആയിട്ട് അവിടെ അവൈലബിൾ ആണ്. അത് എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കി നിങ്ങൾക്ക് പൊളിറ്റി കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ ആ വീഡിയോസ് എന്നുള്ള സെഷനിൽ നോക്കി കഴിഞ്ഞാൽ മുമ്പത്തെ ക്ലാസ്സുകൾ എടുത്ത് നോക്കാവുന്നതാണ്. ഇപ്പൊ പൊളിറ്റി മാത്രമല്ല, വേണ്ട പൊളിറ്റിയുടെ ഒന്നാമത്തെ ക്ലാസ് നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അപ്പൊ അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഫ്രീ ക്ലാസ് നമുക്കറിയാം, നമ്മുടെ യൂട്യൂബിലൂടെ തന്നെ 85 ഡേയ്സിന്റെ പ്രിലിം സ്കില്ല് ഫ്രീ ക്ലാസ് നടക്കുന്നുണ്ട്. അതിന്റെ ക്ലാസ് ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൾറെഡി ആർട്ട് ആൻഡ് കൾച്ചർ കഴിഞ്ഞു, ആൻഷ്യന്റ് ഹിസ്റ്ററി കഴിയാനാവുന്നു. 2 ക്ലാസ്സും കൂടി കഴിഞ്ഞ് ആൻഷ്യന്റ് ഹിസ്റ്ററി കഴിയും. ആ ക്ലാസ്സുകൾ ഇവിടെ ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. പ്രിലിംസിന് വേണ്ടി റിവിഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ, കാണാത്ത ആളുകളുടെ കാണാം. അതിൽ പ്ലേലിസ്റ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, അതിന്റെ ക്ലാസിന്റെ ഈ സബ്ജക്ട് മെറ്റീരിയൽസ്, വിഷന്റെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ മെറ്റീരിയൽസും ക്ലാസ്സിലെ ലിങ്കുകളൊക്കെ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൂടെ കാണാവുന്നതാണ്. ഇനി ഫ്രീ ക്ലാസ് കണ്ടുകൊണ്ട് പഠിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചെല്ലാം ഡീറ്റെയിൽ പ്രിലിംസിലോട്ടുള്ളതാണ് ഈ ഫ്രീ ക്ലാസ് വരുന്നത്. മെയിൻസും പ്രിലിംസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് UPSC പഠനം നടത്താൻ പറ്റുന്ന UPSC ഫൗണ്ടേഷൻ പ്ലസ് PCM പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ 8590840250 എന്നുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻഡിവിജ്വൽ മെന്റർ സഹായത്തോടു കൂടി പഠനം നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ആ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പൊളിറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഇഷ്യൂസ് റിലേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. നമുക്ക് ഇനി നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഫംഗ്ഷനിങ് ഓഫ് ദി പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ലോക്കൽ ഗവൺമെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമുക്കറിയാം ഈ പൊളിറ്റിയിൽ വരുന്നത്. നമുക്ക് ഓരോ ന്യൂസ് ആയിട്ട് നോക്കാം. അതിലൊരു ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നത് നോ കോൺഫിഡൻസ് മോഷൻ ന്യൂസിൽ വന്നിരുന്നു. എന്തുകൊണ്ട് നോ കോൺഫിഡൻസ് മോഷൻ ന്യൂസിൽ വന്നു? പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ടോ, വേർഡ് ബൈ വേർഡ് പറഞ്ഞു പോയാൽ തീരൂല, അത് നിങ്ങൾ തന്നെ അറിയല്ലോ. അപ്പം നോ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ നേരിട്ടിട്ടുണ്ട് മൺസൂൺ സെഷനിൽ. സെഷൻസ് ഓഫ് പാർലമെന്റ് ഒക്കെ അറിഞ്ഞിരിക്കണേ. അപ്പൊ എന്താണ് നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ പാർലമെന്റിലായാലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലായാലും ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഒപ്പോസിഷൻ പാർട്ടി കൊണ്ടുവരുന്ന ഒരു ലെജിസ്ലേറ്റീവ് റെസൊല്യൂഷൻ ആണ് നോ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ലോകസഭയിൽ മാത്രമേ പറ്റുള്ളൂ, പാർലമെന്റിന്റെ കാര്യത്തിൽ രാജ്യസഭയിൽ പറ്റൂല. ഒപ്പോസിഷൻ പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, അഥവാ ഗവൺമെന്റിന് അവിടെ മെജോറിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു റെസൊല്യൂഷൻ ആണ്. ഈ നോ കോൺഫിഡൻസ് മോഷൻ പാസ് ആവുകയാണെങ്കിൽ ആ ഗവൺമെന്റ് റിസൈൻ ചെയ്യേണ്ടി വരും. ഇത് പാസ്സായില്ല, അതുകൊണ്ട് റിസൈൻ ചെയ്തില്ല. ഈ മോഷൻ എവിടെ മാത്രമേ പറ്റുള്ളൂ? ഓൺലി ഇൻ ലോകസഭ, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഓൺലി ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പറ്റൂല എന്നർത്ഥം, അല്ലെങ്കിൽ രാജ്യസഭയിൽ പറ്റൂല. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കൽ 75 ക്ലോസ് 3 പറയുന്നുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിലിറ്റി ലോകസഭയാണെന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് ലോകസഭ. അത് ഈ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് പ്രാവശ്യം UPSC പ്രിലിംസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു രാജ്യസഭ, പാർലമെന്റ്, ലോകസഭ, അങ്ങനെ ചോദിക്കും. അപ്പൊ ലോകസഭയാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ ലോകസഭയിൽ ഇവർക്ക് ഭൂരിപക്ഷം നഷ്ടമില്ലെങ്കിൽ അവർ രാജിവെക്കണം, അതാണ് അതിന്റെ തിയറി. അപ്പൊ അതുകൊണ്ടാണ് നോ കോൺഫിഡൻസ് മോഷൻ. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതേ സമയത്ത് സ്റ്റേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 164 ക്ലോസ് 2 വരുന്നുണ്ട്, കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ റൂൾ 198 ഓഫ് റൂൾസ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ലോകസഭയിലും പറയുന്നുണ്ട് കേട്ടോ. മോഷൻ ഓഫ് നോ കോൺഫിഡൻസ് മോഷൻ അതിലൊക്കെയാണ് പറയുന്നത്. ഇതിന് ഗ്രൗണ്ട് വല്ലതുണ്ടോ? ഇന്ന ഗ്രൗണ്ടിലെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? ഒരു പ്രത്യേകിച്ച് ഇന്നില്ല. നീഡ് നോട്ട് സെറ്റ് ഔട്ട് എനി ഗ്രൗണ്ട്. ഓക്കെ, ഇന്ന ഗ്രൗണ്ടിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുമെന്നില്ല. ഒരു സെഷനിൽ ഒരു പ്രാവശ്യമേ പറ്റുള്ളൂ. സ്പീച്ചസ്. ഓക്കെ, ഇത് നമ്മൾ അൺലെസ് ലീവ് ഇസ് ഗ്രാൻഡഡ് ബൈ ദ ഹൗസ് ടു മൂവ് ദ മോഷൻ, നോ സ്പീച്ച് ഈസ് പെർമിറ്റഡ്. ഓക്കെ, മോഷനുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്പീച്ച് മറ്റുള്ള അറിഞ്ഞിരിക്കാം. പിന്നെ റിപ്പീറ്റ് ചെയ്ത് മോഷൻ കൊണ്ടുവരാൻ പറ്റുമോ? ഒരു സെഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് തള്ളുകയൊക്കെ ചെയ്യല്ലോ അല്ലെ, റിജക്ട് ചെയ്യുക ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സെയിം സെഷനിൽ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഒരു സെഷൻ 2 സെഷനുള്ള പൊതുവെ നമ്മൾ മാക്സിമം ലിമിറ്റ് പറയാറ് 6 മാസമാണ്. ഒരു 6 മാസം കഴിഞ്ഞാലാണ് അടുത്ത് കൊണ്ടുവരാൻ പറ്റുക.
ഓക്കെ, അപ്പൊ എങ്ങനെ ഇതിന്റെ പ്രോസസ്സ്? ഹൗസ് എക്സ്പ്രസ് ചെയ്യും, നോ കോൺഫിഡൻസ് മോഷൻ ചെക്ക് ചെയ്യണം എന്ന് പറയും. അത് സ്പീക്കർ എക്സാമിൻ ചെയ്യും, അനുവദിക്കണോ വേണ്ടേ തീരുമാനിക്കും. സ്പീക്കർ അനുവദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ മെമ്പർ ഹു ഹാസ് ടേബിൾഡ് ദ നോട്ടീസ് ആസ്ക് ഫോർ ലീവ്. ഓക്കെ, ഈ മോഷന് വേണ്ടി ആ സ്പീക്കർ എന്ത് ചെയ്യും? അത് അങ്ങനെ ആവശ്യപ്പെടും. കോൾസ് അപ്പോൺ ദ മെമ്പേഴ്സ് ഹു ആർ ഇൻ ദ ഫേവർ ഓഫ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് പറയും. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? 50 മെമ്പേഴ്സ് എങ്കിലും എന്ത് ചെയ്യണം? അത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുവരും, അത് വോട്ടിങ്ങിനിടും. ഓക്കെ, വിത്തിൻ 10 days ആണ് പൊതുവെ വോട്ടിങ്ങിന് ഇടാറ്. ഓക്കെ, അതാണ് നോ കോൺഫിഡൻസ് മോഷൻ. നോ കോൺഫിഡൻസ് മോഷൻ പാസ്സായി കഴിഞ്ഞാൽ ഇവർ രാജിവെക്കണം. ഇതുപോലൊരു മോഷൻ ഉണ്ട്, കോൺഫിഡൻസ് മോഷൻ. അത് പാസ്സായിട്ടില്ലെങ്കിൽ രാജിവെക്കണം. കോൺഫിഡൻസ് ഉണ്ട് തെളിയിക്കാനാണല്ലോ അത്. അപ്പൊ അത് ഭരണപക്ഷമായിരിക്കും, അത് അവര് സപ്പോർട്ട് ചെയ്ത് അതിനെ ഇതാക്കുക ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് ലക്ഷ്മികാന്തിന് വായിക്കണം. നമ്മുടെ പൊളിറ്റിയുടെ റിവിഷൻ ക്ലാസ് വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയും കേട്ടോ. പൊളിറ്റി ഫ്രീ റിവിഷൻ ക്ലാസ് എല്ലാവരും കാണുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യുക. കഴിയുന്നവരൊക്കെ, കാണുന്നവർ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്താണ് പാർലമെന്ററി പ്രിവിലേജ്. ലോ മേക്കേഴ്സിന് കിട്ടുന്ന പ്രിവിലേജ് എം പിമാർക്ക് കിട്ടുന്നതാണ്. റീസെന്റ് സുപ്രീം കോടതി സെറ്റപ്പ് ഒരു 7 ബെഞ്ച് ജഡ്ജി കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂസ് വരാൻ കാരണം കേട്ടോ, ചീഫ് ജസ്റ്റിസ് ഹെഡ് ചെയ്യുന്നതാണ്. എന്തിനാണ്? റീകൺസിഡറേഷൻ ഓഫ് ഇറ്റ്സ് 1998 ജഡ്ജ്മെന്റ്. PV നരസിംഹറാവു കേസിൽ ഉണ്ടായിരുന്ന ജഡ്ജ്മെന്റ് ഒന്നുപാട് റീകൺസിഡർ ചെയ്യാൻ വേണ്ടി ഒരു ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ PV നരസിംഹറാവു കേസ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് 1993 ജാർഖണ്ഡ് മുക്തി മോർച്ച ബ്രൈബറി കേസുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അതിലെന്ത് പറയുന്നുണ്ട്? ലീഗൽ ഇമ്മ്യൂണിറ്റി ഗ്രാൻഡ് ടു ലെജിസ്ലേച്ചർ പറയുന്നുണ്ട്. ഇപ്പൊ ക്രിമിനൽ പ്രൊസീഡിങ്സ് നടത്തി കഴിഞ്ഞാലും ബ്രൈബറി ചാർജ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ ലീഗൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ള ആ ഒരു കേസ്. ആർട്ടിക്കിൾ 105ഉം 194 പ്രകാരമാണ് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി അവർക്ക് കിട്ടുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പാർലമെന്ററി പ്രിവിലേജിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ്, എന്താണ് അത് നോക്കാം. പാർലമെന്ററി പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലീഗൽ ഇമ്മ്യൂണിറ്റി ആണ്. എന്ത് ചെയ്യുന്നത്? ലെജിസ്ലേച്ചർ ആർ ഗ്രാൻഡഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സിവിൽ ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. ചില കേസിൽ ഇപ്പൊ ഇവർക്ക് സിവിലോ ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാലും അവർ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. അങ്ങനെയുള്ള ചില ലീഗൽ ഇമ്മ്യൂണിറ്റി, അതിന് നമ്മൾ പറയുന്ന പേരാണ് പാർലമെന്ററി പ്രിവിലേജ് എന്ന് പറയും. എപ്പോഴൊന്നും ഇല്ല, നമുക്ക് കണ്ടീഷൻസ് ഉണ്ട് പറയാം. ഓക്കെ, ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ അതോറിറ്റി അണ്ടർമൈൻ പാർലമെന്ററി പ്രിവിലേജ്, അത് ആരെങ്കിലും അത് എന്ത് ചെയ്യാണ് ഇതാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? ബ്രീച്ച് ഓഫ് പ്രിവിലേജിന്റെ ഭാഗമായിട്ട് ചില ശിക്ഷയും കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റും. ഇതുവരെ ടിൽ നൗ ഹാസ് നോട്ട് മെയ്ഡ് എനി സ്പെഷ്യൽ ലോ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇത് കോഡിഫൈ ചെയ്യാനുള്ള സ്പെഷ്യൽ ലോ ഇല്ല. പിന്നെ ഇത് പാർലമെന്റ് ആണ് സോൾ അതോറിറ്റി, ഇത് തീരുമാനിക്കാം. ബ്രീച്ച് ഓഫ് കണ്ടംപ്റ്റ് ഉണ്ടോ, ഇങ്ങനത്തെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉണ്ടോ എന്നൊക്കെ, കണ്ടംപ്റ്റ് ഓഫ് ഹൗസ് ഉണ്ടോ എന്നൊക്കെ തീരുമാനിക്കാം. ഇതിലെന്തില്ല? കോടതിക്ക് പ്രത്യേകിച്ച് ഇടപെടാനുള്ള അധികാരങ്ങളൊന്നും ഇല്ല. ഇതാണ് സിമ്പിൾ ആയിട്ട് പാർലമെന്ററി പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ പാർലമെന്ററി പ്രിവിലേജ് നമുക്ക് ഏതൊക്കെയാണ്? 5 സോഴ്സ് എന്നാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്, ഒറ്റ സോഴ്സ് എന്നല്ല. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 105 പറയുന്നുണ്ട് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റിന് അവരുടെ മെമ്പേഴ്സിന് എന്തുണ്ട്? പ്രിവിലേജ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 194 പറയുന്നുണ്ട് സ്റ്റേറ്റിന് ഇതേപോലത്തെ പ്രിവിലേജ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, സ്റ്റേറ്റ് MLA മാർക്ക്, പാർലമെന്റിലാണ് MP മാർക്ക്. ആർട്ടിക്കിൾ 105 ക്ലോസ് 2 പറയുന്നുണ്ട് നോ പേഴ്സൺ ഷാൾ ബി ലയബിൾ ഇൻ റെസ്പെക്ട് ഫോർ പബ്ലിക്കേഷൻ ഓഫ് എനി റിപ്പോർട്ടോ പേപ്പറോ വോട്ടോ പ്രൊസീഡിങ്സോ, ഈ ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തില്ല? ലയബിൾ അല്ല, ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് സ്റ്റേറ്റിലുണ്ട് 194 ക്ലോസ് 2 കേട്ടോ. പിന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ ദ പാർലമെന്റ് പറയുന്നുണ്ട്, അത് ആർട്ടിക്കിൾ 105 ക്ലോസ് 2 പറയുന്നതാണ്. ഇവർക്ക് എന്ത് ചെയ്യുന്ന ആവശ്യമില്ല. അപ്പൊ അവർ അസംബ്ലിയിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല, എന്തും പറയാം, അതാണ്. പിന്നെ അതുപോലെ ഈ ഫ്രീഡം എന്ന് പറയുന്നത് സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനെ 121 പ്രകാരം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ജഡ്ജിന്റെ കണ്ടക്ട് ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. എന്ത് ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ജഡ്ജുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. പിന്നെ ആർട്ടിക്കിൾ 122 പറയുന്നുണ്ട് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെന്താണ് അവിടെ പറഞ്ഞത് അതിന്റെ വാലിഡിറ്റി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഇവരുടെ പ്രിവിലേജ് ആണ്. ഇനി പാർലമെന്റ് ഉണ്ടാക്കിയ ചില ലോസ് ഉണ്ട്, ലോസ് മെയ്ഡ് ബൈ പാർലമെന്റ്, അതിലും ഈ പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫ്രീഡം ഫ്രം അറസ്റ്റ് ആണ് ഇതിൽ കൊടുക്കുന്ന ഒരു പ്രിവിലേജ്. അഥവാ ഈ പ്രിവിലേജിന്റെ ഭാഗമായിട്ട് എനി സിവിൽ കേസ് 40 days ബിഫോർ ആൻഡ് ആഫ്റ്റർ അഡ്ജമെന്റ് ഓഫ് ഹൗസ് കൂടാൻ പോവാണ്. അതിന്റെ 40 ദിവസം മുന്നേ 40 ദിവസം ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ അറസ്റ്റ് എന്നുള്ള പ്രിവിലേജ് ഏതിൽ മാത്രമേ ഉള്ളൂ? ക്രിമിനൽ കേസിൽ സിവിൽ കേസിൽ മാത്രമേ ഉള്ളൂ, ക്രിമിനൽ കേസിൽ ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ.
അല്ല, ഇപ്പൊ ഒരാള് ഇപ്പൊ ഒരു ക്രിമിനൽ കേസ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ ശിക്ഷിക്കാൻ പറ്റില്ല, അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അത് MP ആയാലും MLA ആയാലും ആരാലും. പിന്നെ മൂന്നാമത്തെ വരുന്ന റൂൾസ് ഓഫ് ബോത്ത് ഹൗസ് ആണ്. ഒരു ഹൗസിന് ഓരോ റൂൾസ് ഉണ്ടല്ലോ, പ്രിവിലേജ് ബേസ്ഡ് ഓൺ ദ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ദി ഹൗസ്. അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്, ചില റൈറ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അറസ്റ്റ് എന്താണ്, ഇൻഫർമേഷൻ റിലേറ്റഡ് ടു അറസ്റ്റ്, ഡിറ്റൻഷൻ, കൺവിക്ഷൻ, ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് അതിന്റെ കാരണങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് കിട്ടാനുള്ള അധികാരം ആർക്കുണ്ട്? ഇവർക്കുണ്ട്. അത് പ്രകാരം പറയുന്നുണ്ട്. നാലാമത്തെ സോഴ്സ് ആണ് അതർ സോഴ്സ്, പാർലമെന്ററി കൺവെക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ അഞ്ചാമത്തെ. ഇങ്ങനെ ഈ മാർഗങ്ങളിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പാർലമെന്റിലെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെയും മെമ്പേഴ്സിന് പ്രിവിലേജ് കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് കണ്ടംപ്റ്റ് ഓഫ് ഹൗസ്. കണ്ടംപ്റ്റ് ഓഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്രീച്ച് ഓഫ് പ്രിവിലേജിന് ഡിഫറെന്റ് ആണ്. കണ്ടംപ്റ്റ് ഓഫ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ആക്ടോ ഒമിഷനോ എന്ത് ചെയ്യാം, ഒബ്സ്ട്രക്ട് ചെയ്യാം. ഇപ്പൊ ഈ പാർലമെന്റിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് കണ്ടംപ്റ്റ് ഓഫ് ഹൗസ്. ഓക്കെ, അതിനും ആരും ചെയ്തു കഴിഞ്ഞാൽ അതിനും ശിക്ഷ കൊടുക്കാനുള്ള അധികാരമുണ്ട്. പാർലമെന്റ് ഈസ് ദ സോൾ അതോറിറ്റി ആണ് അതുമായി ബന്ധപ്പെട്ട് കേട്ടോ. ബ്രീച്ച് ഓഫ് കണ്ടംപ്റ്റ് ഓഫ് ഹൗസ് ഉണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നു, അതിന് ശിക്ഷ കൊടുക്കുന്നതൊക്കെ ആരാണ്? നമ്മുടെ പാർലമെന്റ് തന്നെയാണ്. ഓക്കെ, ഹൗസ് ക്യാൻ കമ്മിറ്റ് ആൻ ഒഫൻഡർ ടു കസ്റ്റഡി വരെ പറ്റും, ഓർ പ്രിസൺ ഫോർ എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പീരീഡ് ഓഫ് ഒരു പീരീഡ് പ്രകാരം കേട്ടോ. പീരീഡ് ലിമിറ്റഡ് ടു ദ ഡ്യൂറേഷൻ ഓഫ് ദി ഹൗസ് സെഷൻ വരെ എന്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അയാളെ കസ്റ്റഡി വരെ വെക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ ഇനി ഒരു MP അത് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്യും. അതാണ് എക്സ്പൾഷൻ എന്ന് പറയും. അതൊരാളെ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ അടിയിൽ ന്യൂസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു ഹൗസിലെ മെമ്പേഴ്സിന് കിട്ടുന്ന പ്രിവിലേജ്. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഭാഗമായിട്ട് നോക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്, അതാണ് പ്രിവിലേജ് കമ്മിറ്റി എന്ന് പറയുന്നത്. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ഇപ്പൊ 2 ഹൗസിലുണ്ട്. എത്ര മെമ്പേഴ്സ് ആണ്? 15 മെമ്പേഴ്സ് ആണ് ലോകസഭയിൽ, 10 ആണ് രാജ്യസഭയിൽ അതുള്ളത് കേട്ടോ. സ്പീക്കർ ആണ് നോമിനേറ്റഡ് ബൈ ദ സ്പീക്കർ. ഓക്കെ, അല്ലെങ്കിൽ ചെയർമാൻ ആണ് രാജ്യസഭയിൽ അത് നോമിനേറ്റ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ബ്രീച്ച് നടന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യലൊക്കെ ഈ കമ്മിറ്റി ആയിരിക്കും കേട്ടോ. എന്തിനാണ് ഇവർക്ക് ചില പ്രിവിലേജ്? ഇപ്പൊ ഹൗസിലെ മെമ്പേഴ്സിന് എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ത് ചെയ്യുക, ലെജിസ്ലേറ്റീവിന്റെ ഉള്ളിൽ ഒരു പൂർണ്ണ ഇതിൽ എന്ത് ചെയ്യണം, അവർക്ക് സംസാരിക്കാൻ പറ്റണം. അത് ചില പ്രിവിലേജ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ മെയിൻറ്റെയിൻ ദ അതോറിറ്റി, ഡിഗ്നിറ്റി ഓഫ് ലെജിസ്ലേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അറ്റൻഡൻസ് ഓഫ് ദി പാർലമെന്ററി സെഷൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഇൻഡിപെൻഡന്റ് എന്ത് ചെയ്യാൻ, എഫക്റ്റീവ്ലി അവർക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റണം. അതൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഇവർക്ക് ഈ പ്രിവിലേജ് കൊടുത്തിട്ടുള്ളത്. അത് ആവശ്യമാണ്. ഓക്കെ, അറിഞ്ഞിരിക്കാം. അപ്പൊ ഈ പ്രിവിലേജ് ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ഒരാളെ സസ്പെൻഡ് ചെയ്തു, അതാണ് നോക്കുന്നത്. എക്സ്പൾഷൻ ഓഫ് ലോ മേക്കേഴ്സ്. ന്യൂസ് വരാൻ കാരണം റീസെന്റ് ലോകസഭ ഹാസ് എക്സ്പെൽഡ് വൺ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. എന്തിനാണ്? ഫോർ അക്യൂസർ ഓഫ് അക്സെപ്റ്റിംഗ് ഗിഫ്റ്റ് ആൻഡ് ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇല്ലീഗൽ ആയിട്ട് ചില ഗിഫ്റ്റും കാര്യങ്ങളും അയാൾ വാങ്ങി അയാളെ പുറത്താക്കിയിട്ടുണ്ട്. എക്സ്പൾഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷനിലും ചെയ്യാൻ പറ്റും, ആസ് വെൽ ആസ് ലീഗലും ചെയ്യാൻ പറ്റും, ലീഗൽ ബേസിലും ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് എന്ന് പറയുന്നത് ഒരു MP എന്ത് ചെയ്യാണ്, ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് ഹൗസ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി ഇത് പാസ്സാക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫർദർ ഇൻവോൾവ്മെന്റ് ഓഫ് ദി എത്തിക്സ് കമ്മിറ്റി ഈസ് നോട്ട് ഓൾവേസ് നെസസറി. അതും കൂടി അറിഞ്ഞിരിക്കണേ. എത്തിക്സ് കമ്മിറ്റി നിർബന്ധമായിട്ടും വേണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ അയാളെ ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യുക, താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഹൗസിലുള്ള ഒരു കമ്മിറ്റിയാണ്. 15 മെമ്പേഴ്സ് ആണ് അതിലുള്ളത്. നോമിനേറ്റ് ചെയ്യുന്ന സ്പീക്കർ ആണ്. പിന്നെ പോലെ തന്നെ നോട്ട് 1 ഇയർ, മോർ ദാൻ 1 ഇയർ ഉണ്ടാവില്ല, 1 ഇയറിലേക്കാണ് മെമ്പർഷിപ്പ് വരിക. അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോർമലി കോഡ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ആയിട്ട് എത്തിക്സ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ലോകസഭയിലാണ് 2000, രാജ്യസഭ 997. ലോകസഭ 2000 രാജ്യസഭ 1997 ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ അതൊന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിൽ. രണ്ടാമത്തെ ലീഗൽ ബേസിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്താണ്? സ്മൂത്ത് പ്രൊസീഡിങ്സ് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. പ്രിസൈഡിംഗ് ഓഫീസർ അഥവാ ചെയർമാനോ സ്പീക്കറോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഒരു മെമ്പറെ വിഡ്രോ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, എക്സ്ട്രീം മിസ്കണ്ടക്ട് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളെ മെമ്പറെ അയാളെ എക്സ്പെൽ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള അധികാരവും ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ ഇത് രണ്ടിലും ഒരുപാട് നേരം ഞാൻ പറഞ്ഞു, ഇപ്പൊ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ട് ഹൗസിൽ, ലോക്സഭയിൽ, രാജ്യസഭയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ രണ്ടിന്റെയും ഡിഫറൻസ് എന്താണ്?
റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ്, സസ്പെൻഷൻ ഓഫ് ലോകസഭ രാജ്യസഭ മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താണ്? ഒന്ന് റൂൾസ് എന്ന് പറയുന്നത് 3 റൂൾസ് ലോകസഭയിൽ നോക്കുകയാണെങ്കിൽ 373 പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുക, ഒരാളെ MP-നെ വിഡ്രോ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇവിടെ റൂൾസ് 225 പറയുന്നത് ചെയർമാൻ ആണ് ചെയ്യാൻ പറ്റുക, ടു ഡയറക്റ്റ് എനി മെമ്പർ ടു വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ റൂൾസ് 374 പറയുന്നുണ്ട് അലോ ദ സസ്പെൻഡ് ദ MP പീരീഡ് ഓഫ് നോട്ട് എക്സീഡിംഗ് റിമൈൻഡർ സെഷൻ. ഓക്കെ. അടുത്ത റിമൈനിങ് സെഷൻസ് എത്ര ദിവസം ഉണ്ടോ അത്രയും കാലത്തേക്ക് വേണമെങ്കിൽ, അതിൽ കൂടാൻ പറ്റില്ല, അത്രയും കാലത്തേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു MP-നെ സസ്പെൻഡ് ചെയ്യാം. ഇവിടെ ആ റൂള് 256 പറയുന്നത് മെമ്പറെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ ബാക്കിയുള്ള സെഷന്റെ ബാക്കി സമയത്തേക്ക്. പിന്നെ 374A പറയുന്നുണ്ട് 2001 വരുന്നതാണ് അലോ ദ സ്പീക്കർ ടു നെയിം ആൻ MP. എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആയിട്ട് വേണമെങ്കിൽ ഒരാളെ പ്രഖ്യാപിക്കാനൊക്കെ പറ്റും. ഓക്കെ. അങ്ങനെ രാജ്യസഭയിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല എന്ന് അറിഞ്ഞിരിക്കാം. രാജ്യസഭ cannot suspend its members without passing motion. മറ്റോടത്താണെങ്കിൽ മോഷൻ പാസ്സാക്കാതെയും വേണമെങ്കിൽ സ്പീക്കർക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ മോഷൻ പാസ്സാക്കാതെ റിമൂവ് ചെയ്യാൻ പറ്റൂല. ഓക്കെ. അങ്ങനെ ചില അധികാരങ്ങൾ ലോകസഭയിലും രാജ്യസഭയിലും ചെയർമാൻമാർക്ക് കൊടുക്കുന്നുണ്ട്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന് കൊടുക്കുന്നുണ്ട് അറിഞ്ഞിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ 122 പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതാണ്, പാർലമെന്ററി പ്രൊസീഡിംഗ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ. പിന്നെ കാൻ ബി ക്വസ്റ്റ്യൻസ് ബൈ ജുഡീഷ്യറി, കോടതി ചോദ്യം ചെയ്യാൻ പറ്റൂല കേട്ടോ. പക്ഷേ രാജാരംപാൽ കേസിൽ കോടതി ചെയ്തിട്ടുണ്ട്, ചില കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ചെയ്യാൻ പറ്റൂല എന്നാണെങ്കിൽ കൂടിയും ചില കേസിൽ ഒരാളെ ഒരു കാരണമില്ല പുറത്താക്കി കഴിഞ്ഞാൽ കോടതി ഇടപെടും. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ആണല്ലോ, അത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റൂല ഒരു സമയത്തും. പിന്നെ അതുപോലെ തന്നെ എക്സ്പൾഷനും ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷനും രണ്ടാണ്. എക്സ്പൾഷൻ എന്ന് പറയുന്ന ഒരാളെ താൽക്കാലികമായിട്ട് പുറത്താക്കുന്നതാണ്. ഈ താൽക്കാലികമായിട്ട് പുറത്താക്കി കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ അടുത്ത ഇലക്ഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ സസ്പെൻഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അടുത്ത ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റൂല. ഓക്കെ. ഡിസ്ക്വാളിഫിക്കേഷൻ എവിടെയൊക്കെ പറയുന്നത്, RPA പറയുന്നുണ്ട്. പിന്നെ RPA പറയുന്നുണ്ട് ലോ മേക്കറിന് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഇംപ്രിസൺ ചെയ്യാൻ പറ്റും ഫോർ 6 years ഒക്കെ കേട്ടോ. ഫർദർ 6 years ഇഫ് സെന്റൻസ് ഫോർ 2 more years, 2 വർഷത്തിൽ കൂടുതൽ എന്താണ് ജയിൽ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 6 വർഷം ഇയാൾക്ക് ഇലക്ഷനിൽ പങ്കെടുക്കാനേ പറ്റൂല. പിന്നെ 10th ഷെഡ്യൂൾ പറയുന്നുണ്ട് ആന്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ട്, അടുത്ത അടിയിൽ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആന്റി ഡിഫെക്ഷൻ. ആന്റി ഡിഫെക്ഷൻ പ്രകാരം ഒരാളെ പുറത്താക്കിയാലും അയാൾക്കും ഡിസ്ക്വാളിഫൈഡ് ആവും. പിന്നെ ആർട്ടിക്കിൾ 102, 191 എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് ഒരാൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്, മറ്റേത് താൽക്കാലികമായിട്ടുള്ള സസ്പെൻഷൻ ആണ്. രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അതാണ് എക്സ്പൾഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാ സബ്ജക്ട് ക്ലാസ് പെൻഷൻ ഹിസ്റ്ററിയാണ്, കണ്ടു നോക്കുക. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ബാക്കിയുള്ള ക്ലാസ്സുകളും കാണാം. ഒരു ക്ലാസ് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുന്നുണ്ട്, റിവിഷൻ ആവുന്നുണ്ട്, നല്ല രീതിയിൽ റിവിഷൻ സാധ്യമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള ക്ലാസ്സുകൾ കൂടി വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യും. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ട സപ്പോർട്ട് ഫ്രീ ക്ലാസ്സിന്. ഓക്കെ. അടുത്ത നമുക്ക് നോക്കാനാണ് ആന്റി ഡിഫെക്ഷൻ ലോ. ആന്റി ഡിഫെക്ഷൻ മഹാരാഷ്ട്ര സ്പീക്കർ എന്ത് ചെയ്തിട്ടുണ്ട്, ആന്റി ഡിഫെക്ഷന്റെ പ്രകാരം ഒരു MLA ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതാ ന്യൂസ് വരാൻ കാരണം. ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത് 10th ഷെഡ്യൂൾ പ്രകാരമാണ്. 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 1985 ഇത് കൊണ്ടുവരുന്നത്, രാജീവ് ഗാന്ധിന്റെ കാലഘട്ടത്തിൽ. അതെന്താ പറയുന്നത്, എനി ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഡിസ്ക്വാളിഫിക്കേഷൻ അറൈസിംഗ് ഔട്ട് ഓഫ് ഡിഫെക്ഷൻ ആരാ തീരുമാനിക്കുക, പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കും തീരുമാനിക്കുക. ലോകസഭയുടെ സ്പീക്കർ, മറ്റേ രാജ്യസഭ ചെയർമാൻ. എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ഒക്കെ, എങ്ങനെ ഈ ഡിഫെക്ഷൻ പ്രകാരം ഡിസ്ക്വാളിഫിക്കേഷൻ എങ്ങനെ ഉണ്ടാവുക നമുക്ക് നോക്കാം. ഒരു മെമ്പർ ഇപ്പൊ ഒരു പാർട്ടിന്റെ ചിഹ്നത്തിൽ ജയിച്ചു വന്നൊരു മെമ്പർ, അയാൾ എന്ത് ചെയ്യാണ്, വോളണ്ടറിലി ഗീവ് അപ്പ് ചെയ്യുക, പാർട്ടി മെമ്പർഷിപ്പ് ഒഴിവാക്കി, ജയിച്ചപ്പോ പാർട്ടിമേ വേണ്ട, അങ്ങനെയെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കെ. അയാൾക്ക് MLA സ്ഥാനമൊക്കെ പോകും കേട്ടോ. രണ്ടാമതായിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ പാർട്ടി ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി പറയുന്നത് കേൾക്കണം. അപ്പൊ പാർട്ടി ഇന്നാൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യേണ്ടി വരും. രാജ്യസഭയിലൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്ന് പാർട്ടി വിപ്പ് എന്ന് അതിനെ പറയാം. ആ വിപ്പ് കേൾക്കാതിരുന്നാലും എന്ത് ചെയ്യും, ഈ ഡിസ്ക്വാളിഫൈഡ് ആവും. അറിഞ്ഞ് രണ്ടാമത്തെ ഗ്രൗണ്ട്. അത് സാധാരണ പാർട്ടിയിൽ ജയിച്ചു വന്ന മെമ്പേഴ്സിന്റെ കാര്യമാണെങ്കിൽ, ഇനി ഇൻഡിപെൻഡന്റ് ആയിട്ട് ആൾക്കാർ വരാറുണ്ടല്ലോ, അയാൾക്കും ചില കണ്ടീഷൻസ് ഉണ്ട്.
ഒരു ഇൻഡിപെൻഡന്റ് മെമ്പർ അയാൾ എന്ത് ചെയ്യാണ്, ജയിച്ചു വന്നു. എങ്ങനെ ജയിച്ചു വന്നതിന് ശേഷം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ അയാൾ ജോയിൻ ചെയ്താൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആവും. അയാളെ MLA MP ആയിരിക്കുന്ന സമയത്ത് കേട്ടോ, അതല്ല MP സ്ഥാനമൊക്കെ കഴിഞ്ഞു പിന്നെ മെമ്പർ പാർട്ടിയിലൊക്കെ പോവാം, പ്രശ്നമില്ല. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജയിച്ചു വന്നു. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജയിച്ചു വന്നാൽ പാർട്ടിയിൽ നിന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഒഴിവാക്കണം? കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ നമ്മള് ജയിപ്പിച്ചു വിടുന്നത് അയാൾ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണല്ലോ. ജയിച്ചു കഴിഞ്ഞപ്പോ അയാൾ ഭാഗം മാറാൻ പാടില്ല. അപ്പൊ ജനങ്ങളെ തീരുമാനത്തിനെതിരായി, അപ്പൊ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആവും. അതാണ് സംഗതി. ഇനി നോമിനേറ്റ് മെമ്പേഴ്സിന്റെ കാര്യത്തിൽ നേരെ തിരിച്ച. നോമിനേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നപ്പം രാജ്യസഭയിലേക്കൊക്കെ 12 ആൾക്കാരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാറുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഡിഫറെന്റ് ആണ്. ഇവരുടെ കാര്യത്തിൽ നോമിനേറ്റ് മെമ്പേഴ്സ് അയാൾക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യാം. ഏതുവരെ? 6 മാസം വരെ. 6 മാസം കഴിഞ്ഞിട്ട് അയാൾ വേറെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആവും. എന്തുകൊണ്ട് ഈ 6 മാസം എന്ന് നമുക്ക് നോക്കണം, വേറെ വിഷയം. അങ്ങനെ അതിന് ചില ക്രിറ്റിസിസം പറയാറുണ്ട്. ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സിന് ഇങ്ങനെ, മറ്റേ മെമ്പേഴ്സിന് അങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ ആണോ? അതാണ് അതിൽ അറിയേണ്ടത്. അപ്പൊ ഇതിന്റെ എക്സെപ്ഷൻസ് എന്താ? ഇപ്പൊ ഒരാൾ പൊളിറ്റിക്കൽ പാർട്ടി വേണമെങ്കിൽ, ഇപ്പൊ പാർട്ടി മാറാൻ ചിലപ്പോ എങ്ങനെ പാർട്ടി മാറാറുണ്ട്? ഈ പാർട്ടി ഒന്നായിട്ട് സ്പ്ലിറ്റ് ആയി വേറെ പാർട്ടി ആയാലോ പാർട്ടി മാറൂലേ സ്വാഭാവികമായിട്ടും, അത് കുഴപ്പമില്ല. അപ്പൊ മറ്റൊരു പാർട്ടിയിലേക്ക് മെർജ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, പക്ഷേ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് വേണമെന്നാണ്. 2/3 മെമ്പേഴ്സ് എന്ത് ചെയ്യണം? അതിന് ഫേവർ ആയിരിക്കണം. 2/3 മെമ്പേഴ്സ് ഒരു പാർട്ടിക്ക് എന്ത് ചെയ്തു, വേറെ പാർട്ടിയിലോട്ട് മെർജ് ചെയ്യാൻ ഫേവർ ആയാൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പാർട്ടി മാറാം. അപ്പൊ അത് പ്രശ്നമില്ല. ഇനി ഒരു പേഴ്സൺ സെലക്ടഡ് എന്തായിട്ട് സെലക്ട് ചെയ്തു? ലോകസഭ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, അയാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പാർട്ടി മെമ്പർഷിപ്പ് റിസൈൻ ചെയ്യാം. അത് അയാൾക്ക് എന്ത് ചെയ്യാണ്, ഒരു ഇൻഡിപെൻഡന്റ് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള രൂപത്തിലാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. പ്രസന്റ്ലി എന്ത് ചെയ്യുന്നില്ല, ടൈം ലിമിറ്റ് ഒന്നും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് ഓഫീസർ എന്ത് ചെയ്യണം, ഇത്ര ദിവസത്തിനുള്ളിൽ ആന്റി ഡിഫെക്ഷൻ തീരുമാനിക്കണം. അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഒന്നും പറയുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കിഹോട്ടോ ഹോലോഹൻ കേസ് വരുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞതാണ് സ്പീക്കറിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ജുഡീഷ്യൽ റിവ്യൂ ബാധകമായിരിക്കും എന്ന് പറയാൻ കാരണം അതാണ് ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സെക്ഷൻ കൂടി അതിൽ പറയുന്നുണ്ട്. അഥവാ ഇപ്പൊ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം സ്പീക്കർ എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റില്ല, അപ്പൊ അത് ജുഡീഷ്യറി ചെക്ക് ചെയ്യും. ഓക്കെ, നല്ല അധികാരം ജുഡീഷ്യറിക്ക് ഉണ്ട്. പിന്നെ പോലെ തന്നെ ഈ ഒരു ഹിഷാം കേസ് പറയുന്നുണ്ട് കേട്ടോ, മേഘാചന്ദ്ര കേസിലും പറയുന്നുണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ പെറ്റീഷൻസ് അണ്ടർ 10th ഷെഡ്യൂൾ ഷുഡ് നോർമലി ബി ഡിസൈഡഡ് വിത്തിൻ പീരീഡ് ഓഫ് 3 മന്തിനുള്ളിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട 1-2 കേസാണ്. ആ കേസ് നോക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കാരണം നമുക്ക് മെയിൻസിലൊക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരു കേസൊക്കെ മെൻഷൻ ചെയ്ത് എഴുതിയാൽ ഒന്നുകൂടി നന്നാവും കേട്ടോ. പിന്നെ വിപ്പ് എന്ന് പറഞ്ഞാൽ, വിപ്പ് എന്ന് പറയുന്നത് ആന്റി ഡിഫെക്ഷനിൽ പറയുന്ന ലോ പുട്സ് ദ പാർട്ടി മെമ്പർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, വിപ്പിന്റെ ഒരു പാർട്ടിക്ക് വിപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്യാണ്, ഒരു പാർട്ടി മെമ്പേഴ്സിനോട് പറയാണ് ഇന്ന രീതിയിൽ വോട്ട് ചെയ്യും, ഇന്ന ഒരു ലോ വരുന്ന സമയത്ത് അത് ഇങ്ങനെ ആക്കിയോണ്ട് വോട്ട് ചെയ്തൊക്കെ പറയുന്നതിനാണ് വിപ്പ് എന്ന് പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ ഓർഡർ ആയിരിക്കാം പാർട്ടി മെമ്പേഴ്സിന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു എന്താണ് ചില ഡയറക്ഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഒഫീഷ്യൽ എന്ത് ചെയ്യാണ് പാർട്ടിക്ക് ഉണ്ടാവും, അയാളും ഇത് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിനൊക്കെ വിപ്പ് എന്ന് പറയും. ഈ ടേം ഒറിജിനേറ്റ് ചെയ്യുന്ന ബ്രിട്ടീഷ് പ്രാക്ടീസ് ആണ്, വിപ്പിംഗ് എന്നുള്ളതാണ് കേട്ടോ. പാർട്ടി ലൈൻ ഫോളോ ചെയ്യണം എന്ന് പറയുന്നതിന്റെ പേരാണ് വിപ്പിംഗ് എന്ന് പറയാം. ആ വിപ്പിംഗ് എന്നുള്ള ടേമിൽ നിന്നാണ് വിപ്പ് എന്നുള്ള ഒരു ഐഡിയ വരുന്നത്. അതാണ് ആന്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം. ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ശരി, നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. ബാക്കി വരുന്നതാണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ. ന്യൂസ് പേപ്പർ അങ്ങനെ റീസെന്റ് അനാലിസിസ് കാണിച്ചിട്ടുണ്ടെന്നാണ്. ദ നമ്പർ ഓഫ് ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ദ പ്രസിഡന്റ് ആസ് ഡ്രോപ്ഡ്. 2019 കുറഞ്ഞിക്കാണ്.
2022 എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ടൈം ആയിട്ട് 59 ഇയേഴ്സിൽ ഒറ്റ ഓർഡിനൻസ് ഉണ്ടായിട്ടില്ല 2022. അങ്ങനത്തെ ഒരു വർഷം ആദ്യമായിട്ട് ഉണ്ടാവുകയാണ്. അപ്പൊ എന്താണ് ഓർഡിനൻസ് നോക്കാം. ഇവിടെ നമ്മൾ ഓർഡിനൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. ഓർഡിനൻസ് എന്ന് പറയുന്നത് പ്രസിഡന്റിനും ഗവർണർക്കുള്ള ഒരു അധികാരമാണ്. ഓർഡിനൻസ് എന്ന് പറയുന്നത് ടെമ്പററി ലോ ആണ്. ആർക്ക് ഇഷ്യൂ ചെയ്യാം, പ്രസിഡന്റിനോ ഗവർണർക്കോ. എപ്പം പാർലമെന്റ് ഈസ് നോട്ട് ഇൻ സെഷൻ, പാർലമെന്റ് സെഷൻ ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ നിയമങ്ങൾ രാജ്യത്തിന് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമാണ് ആർക്ക് കൊടുക്കുന്നത്, പ്രസിഡന്റിന് കൊടുക്കുന്നത്. ഇതേ അധികാരം പാർലമെന്റ് ഗവർണർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്റ്റേറ്റിന്റെ കാര്യത്തിൽ. ഈ ഓർഡിനൻസ് മേക്കിംഗ് അധികാരം നമുക്ക് എവിടുന്നാണ് ഇത് വരുന്നതായിട്ട് കാണപ്പെടുന്നത്? പിന്നെ മുമ്പ് നമ്മളിപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാരാണ് അവിടെ ഭരിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓർഡിനൻസ് മേക്കിംഗ് പവർ നമുക്ക് കാണാൻ പറ്റും. അത് എവിടെ നമുക്ക് കാണാൻ പറ്റുക? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് കേട്ടോ, 1861. പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓർഡിനൻസ് മേക്കിംഗ് പവർ പറയുന്നുണ്ട്. പിന്നെ ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 123 പ്രകാരമാണ് പ്രസിഡന്റിന് ഇത് പ്രൊമൾഗേറ്റ് ചെയ്യാനുള്ള അധികാരം. ഗവർണർക്കാണെങ്കിൽ 213 പ്രകാരമാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകതകൾ എന്താ? ഇതെന്ന് പറയുന്നത് സെയിം ഫോഴ്സ് ആണ്. ഇപ്പം പാർലമെന്റ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന അധികാരം നിയമം പോലെ തന്നെയാണ്, പക്ഷെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ടെമ്പററി ആണ്. അടുത്ത സെഷൻ എന്നാണോ മീറ്റ് ചെയ്യുന്നത് അതുവരെയാണ് ഇതുള്ളത്. സെഷൻ മീറ്റ് ചെയ്തിട്ട് 6 വീക്ക് വരെ. അപ്പൊ ഈ ഓർഡിനൻസ് എന്ന് സീസ് ആവും? എക്സ്പയറേഷൻ എത്ര വരിക? ഓക്കെ, 6 വീക്ക്. 6 വീക്ക് ഫ്രം ദ ഡേറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെഷൻ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ 6 വീക്ക്. അപ്പൊ 2 സെഷൻസിന്റെ ഇടയിലുള്ള മാക്സിമം കാലാവധി എത്ര? 6 മാസം. ഈ 6 മാസം വരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഒരു 6 വീക്കും കൂടി എടുക്കാം. അപ്പൊ ഒരു ഓർഡിനൻസിന്റെ മാക്സിമം കാലാവധി എന്ന് പറയുന്നത് 6 മാസവും 6 വീക്കുമാണ് മാക്സിമം. ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. അപ്പൊ ഒരു സെഷൻ പെട്ടെന്ന് 2 മാസം കൊണ്ട് അടുത്ത സെഷൻ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ 2 സെഷൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയേ ഉള്ളൂ? പിന്നെ ആ സെഷൻ ജോയിൻ ചെയ്തതിന് ശേഷം മീറ്റ് ചെയ്തതിന് ശേഷം 6 വീക്കേ ഉണ്ടാവുള്ളൂ. അറിഞ്ഞിരിക്കാം. ഇനി 2 ഹൗസും സെഷനിൽ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹൗസും ഇല്ലെങ്കിലോ ആണ് ഇത് ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോ 2 ഹൗസും ഇല്ല, 2 ഹൗസും കൂടുമ്പോഴാണല്ലോ പാർലമെന്റ് ആവുക. അപ്പൊ രണ്ടാമത്തെ ഹൗസ് എന്നാണോ കൂടുന്നത് അന്ന് മുതലുള്ള 6 വീക്കാണ് കൺസിഡർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇനി എപ്പം വേണമെങ്കിലും ഓർഡിനൻസ് എന്ത് ചെയ്യാം, പ്രസിഡന്റിനും ഗവർണർക്കും വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഹൗസ് കൂടി പിറ്റേന്ന് തന്നെ എന്ത് ചെയ്തു, ഇത് ഒഴിവാക്കാനുള്ള റെസൊല്യൂഷൻ കൊണ്ടുവന്നാൽ അന്നും ഒഴിവാകും. അപ്പൊ 6 വീക്ക് വരെ കാത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ റെസൊല്യൂഷൻ ഡിസപ്രൂവിങ് ഇറ്റ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്യാണ്, പാസ്സാക്കാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആൻഡ് അഗ്രി ബൈ ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അത് അഗ്രി ചെയ്യുകയാണെങ്കിൽ അത് ഇതാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനി പാർലമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആ വകുപ്പിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഡിനൻസും അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പാർലമെന്റിന് അധികാരമില്ലാത്ത സ്റ്റേറ്റ് ലിസ്റ്റിൽ പോയിട്ട് ഓർഡിനൻസ് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റൂല. സ്റ്റേറ്റിന് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഗവർണർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡിനൻസ് ഉണ്ട്, പിന്നെ ഇതേ അധികാരങ്ങളുണ്ട്. പക്ഷെ ചില സിറ്റുവേഷനിൽ ഗവർണർ എന്ത് ചെയ്യണം, പ്രസിഡന്റിന് റെഫറൻസ് നേടേണ്ടി. റെഫറൻസ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ സിറ്റുവേഷനിൽ? ഒരു ബില്ല് എന്ത് ചെയ്യണം, is containing the similar provision would have required prior sanction of the president. വേണ്ട ചില നിയമങ്ങളുണ്ട്. അത് ഓർഡിനൻസിന്റെ കാര്യത്തിലായാലും പ്രസിഡന്റിനോട് എന്ത് ചെയ്യണം, ഗവർണർ ചോദിക്കണം. ഒന്നാമത്തത്. രണ്ടാമത്തത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാണ്, സിമിലർ പ്രൊവിഷൻ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് പ്രസിഡന്റ്. ഗവർണർ വുഡ് ഹാവ് ഡീംഡ്, ഗവർണർക്ക് തോന്നുകയാണ് എന്ത് ചെയ്ത് പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ വേണം തോന്നുകയാണെങ്കിൽ അതിനും എന്ത് ചെയ്യണം, പ്രസിഡന്റിനോട് ചോദിക്കണം. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, പ്രസിഡന്റിന്റെ ഈ an act of state legislature containing the same provisions would have been invalid without receiving the president assent. ഇല്ലാതെ ഇൻവാലിഡ് ആവുന്ന സാധനമാണെങ്കിൽ അതിന്റെയും, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ കൺസെന്റ് സാധാ സമയങ്ങളിൽ വേണ്ട ചില നിയമങ്ങൾ ഉണ്ടാവുമല്ലോ, ആ നിയമങ്ങൾ ഗവർണർ നിയമമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഓർഡിനൻസ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിർബന്ധമായിട്ടും പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ ചോദിക്കുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ അസെന്റ്, പ്രീവിയസ് കൺസെന്റ് വേണം. അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് അതിൽ അറിയേണ്ടത്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ഓക്കെ ആണോ? കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ഇതിൽ പറയാനുണ്ട് ഈ ടോപ്പിക്കിൽ, അത് നമുക്ക് തീർത്തിട്ട് പോവാം. അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പറഞ്ഞു പോവാം. അടുത്ത് പറയുന്നതാണ് സെക്രട്ടേറിയറ്റ്. ഓർഡിനൻസ് മേക്കിംഗ് പവർ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആണ്. 213 123 തിരിച്ചിട്ടാൽ മതി. അടുത്താണ് സെക്രട്ടേറിയറ്റ് ഓഫ് ദി പാർലമെന്റ്. പാർലമെന്റ് 25 വർഷമായിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിനും ആയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് നമുക്ക് 2 ഹൗസിലും സെക്രട്ടേറിയറ്റ് ഉണ്ട്. അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 198 പറയുന്നുണ്ട് പാർലമെന്റ് എന്ത് ചെയ്യാം,
ബൈ ലോ പ്രകാരം ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കാം, സെപ്പറേറ്റ് സെക്രട്ടറി സ്റ്റാഫ് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ സച്ച് ലോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ആർട്ടിക്കിൾ 187 പറയുന്നുണ്ട് സിമിലർ പ്രൊവിഷൻ സ്റ്റേറ്റ്സിനും സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ആൻഡ് പാർലമെന്റ് സെക്രട്ടേറിയറ്റ് ഓക്കെ ഹൗസ് ഓഫ് പീപ്പിളിന്റെ സെറ്റപ്പ് ചെയ്തെന്നാണ് 1952 വരുന്നത്. ഇതിന്റെ പേര് പിന്നീട് രാജ്യസഭ സെക്രട്ടേറിയറ്റ് നിന്ന് ലോകസഭ സെക്രട്ടേറിയറ്റ് നിന്ന് 1954 മാറ്റുന്നത്. ഓക്കെ, ഇതിന്റെ സെക്രട്ടേറിയറ്റ് എന്ത് 2 ഹൗസ് എന്തിട്ടുണ്ട്, 10 സർവീസ് ആണ് അതിൽ പറയുന്നത്. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, അങ്ങനെ പല രീതിയിലാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്പീക്കർക്കും ചെയർമാനും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല. പക്ഷെ അതേ സമയത്ത് പോസ്റ്റ് ക്ലാസ് 1 പോസ്റ്റ് ആണെങ്കിൽ അതിൽ എന്ത് ചെയ്യണം, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കൺസൾട്ടേഷൻ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ, ക്ലാസ് 1ഉം ക്ലാസ് 2ഉം. സെക്രട്ടറി ഓഫ് ജനറൽ ഉണ്ട്, 2 ഹൗസിനുണ്ട് കേട്ടോ. അവരുടെ റാങ്ക് എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി റാങ്കിലായിരിക്കും റാങ്കിന്റെ കാര്യത്തിൽ. പക്ഷേ ഹൗസ് ഓഫ് ടേബിൾ ഓഫ് പ്രസിഡൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ റാങ്ക് 11ാമത്തെ പൊസിഷനിലാണ്. പക്ഷേ ലോകസഭാ സെക്രട്ടറി ഇവരുടെ സെക്രട്ടറിയുടെ കാര്യത്തിൽ 23ാമത്തെ പൊസിഷനാണ്. ആ വ്യത്യാസമുണ്ട്. അതേ സമയത്ത് എന്താണ് റാങ്കിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള റാങ്ക് ആണ് കേട്ടോ. ഹൗസ് ഓഫ് പ്രസിഡൻസിൽ വ്യത്യാസമുണ്ട്. ഹൗസ് ഓഫ് പ്രസിഡൻസിൽ ഫസ്റ്റ് വരെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അങ്ങനെ ഈ 2 പേർക്കും സെക്രട്ടേറിയറ്റ് ഉണ്ട്, ലോകസഭക്കും രാജ്യസഭക്കും. സ്പീക്കർ ഓഫ് ലോകസഭയാണ് ഈ ഗൈഡൻസ് കാര്യങ്ങൾ കൊടുക്കുക. അവിടെ ചെയർമാനാണ് ഗൈഡൻസ് കൊടുക്കുക രാജ്യസഭ സെക്രട്ടേറിയറ്റിന്. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നുള്ള സെക്രട്ടറി ജനറൽ ആണ്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് സെക്രട്ടറി ജനറൽ തന്നെയാണ്. റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്, ലോകസഭ സെക്രട്ടേറിയറ്റ് ആയിരിക്കും. ആക്ട് റൂൾസ് പ്രകാരമാണ്. ഇവിടെ രാജ്യസഭ സെക്രട്ടേറിയറ്റ് റൂൾസ് 1957 പ്രകാരമാണ് ചെയ്യുക. ആ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാൻ മറക്കരുത്. അതാണ് നമുക്കൊരു മോട്ടിവേഷൻ അടുത്ത ക്ലാസ്സും ചെയ്യാനുള്ളത്. അപ്പൊ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നല്ല നിർദ്ദേശങ്ങൾ, ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഇന്ത്യ. 30 വർഷമായി ഇപ്പം 73, 74 അമെന്റ്മെന്റ് നടന്നിട്ട് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നിട്ട്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഡിവല്യൂഷൻ ഓഫ് പവർ ആണ്. പവർ, റിസോഴ്സ്, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഒക്കെ എന്ത് ചെയ്യുക, സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ലോക്കലിലോട്ട് വരിക. അതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. അതിന് വേണ്ടിയാണ് നമ്മൾ 73rd 74th അമെന്റ്മെന്റ് കൊണ്ടുവന്നത് 1992. അതിന്റെ ഭാഗമായിട്ട് ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നത്. 73rd വരുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു പാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പാർട്ട് 9. ഏതൊക്കെ ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ പുതിയൊരു ഷെഡ്യൂൾ കൊണ്ടുവന്ന് 11th ഷെഡ്യൂൾ. 29 ഫംഗ്ഷൻസ് ആണ് അതിലുള്ളത്. 74ാമത്തെ അമെന്റ്മെന്റ് ആണെങ്കിൽ അർബൻ ലോക്കൽ ബോഡിയാണ് അതിൽ പറയുന്നത്. പാർട്ട് 9A ആണ്. 243P മുതൽ ZG വരെ. 12ാമത്തെ ഷെഡ്യൂളാണ് ഇത് പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ 18 ഫംഗ്ഷൻ ആണ്. അപ്പൊ പഞ്ചായത്തിന് 29 ഫംഗ്ഷൻ ഉണ്ട്, മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ എന്താണ് അർബൻ ലോക്കൽ ബോഡിക്ക് 18 ഫംഗ്ഷൻ ആണ് അതിലുള്ളത്. ഓക്കെ, അറിഞ്ഞിരിക്കാം. ഡീസെൻട്രലൈസേഷൻ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ എന്നുള്ളത്. ഓക്കെ, കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഗ്രാം സ്വരാജ് ചെയ്തിട്ടുണ്ട്. വെബ് ബേസ്ഡ് പോർട്ടലാണ് സ്ട്രെങ്തൻ ചെയ്യാൻ. പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഉണ്ട്. സബ്കി യോജന സബ്കാ വിശ്വാസ് ഉണ്ട്. പിന്നെ ബാക്ക്വേർഡ് റീജിയൻ ഗ്രാൻഡ് ഫണ്ട് കൊടുക്കുന്നുണ്ട് ഇവർക്ക് കൂടുതൽ ഫണ്ടിങ് കൊടുക്കാൻ വേണ്ടി, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി. പിന്നെ നാഷണൽ പഞ്ചായത്ത് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന പഞ്ചായത്തിന് കൊടുക്കുന്ന അവാർഡാണ്. പിന്നെ സ്വമിത്യ സ്കീം ഉണ്ട്, റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഓണേഴ്സിന്റെ ഒക്കെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരുപാട് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമ്മിറ്റികൾ ഇതുവരെ വന്നിട്ടുണ്ട്. ബൽവന്ത് രായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, CH ഹനുമന്ത റാവു വർക്കിംഗ് കമ്മിറ്റി, GVK റാവു കമ്മിറ്റി 1985, LN സിംഗ്വി കമ്മിറ്റി 1986, ചുങ്കൻ കമ്മിറ്റി 1988. ഇതിന്റെ ഓർഡർ ഒക്കെ നോക്കി വെക്കണേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ക്രോണോളജിക്കലി ഓർഡർ ചെയ്യാനൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ കമ്മിറ്റി എന്തുമായി റിലേറ്റഡ് ആണെന്നുള്ള ചോദ്യം ചോദിക്കാനും സാധ്യതയുണ്ട്, മനസ്സിലാക്കി വെക്കാം. അടുത്താണ് ഫിനാൻസ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ത്? ഫിനാൻസ് ഇല്ല. ഇത് ന്യൂസ് വരാൻ RBI എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഫിനാൻസ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? പഞ്ചായത്തിലേക്ക് ഫണ്ട് കിട്ടാനുള്ള പ്രൊവിഷൻസ്. ഒന്ന് ആർട്ടിക്കിൾ 243H പ്രകാരം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഞ്ചായത്തിന് ഫിനാൻസ് പറയുന്നുണ്ട് കേട്ടോ. ലെജിസ്ലേച്ചർ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, ഗ്രാൻഡിന് എയ്ഡായിട്ടും ഒക്കെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് കൂടാതെ അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോസ്, കളക്ട്, അലോക്കേഷൻ ഓഫ് ടാക്സ് ചെയ്യാൻ പറ്റും. ടാക്സും ഡ്യൂട്ടിയും ഫീ ഒക്കെ വാങ്ങാൻ പറ്റും. അങ്ങനെയും ഫണ്ട് കിട്ടും പഞ്ചായത്തിന്.
പിന്നെ ആർട്ടിക്കിൾ 243 പറയുന്നുണ്ട് ഫിനാൻസ് കമ്മീഷൻ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് എവറി 5 ഇയർ ഇവർക്ക് എത്ര ഫണ്ടിങ് കൊടുക്കണം തീരുമാനിക്കാൻ വേണ്ടി. പിന്നെ ആർട്ടിക്കിൾ 250 ക്ലോസ് 3 ക്ലോസ് ബി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്യണം റെക്കമെൻഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കൺസോൾട്ടന്റ് ഓഫ് സ്റ്റേറ്റ് എങ്ങനെ നല്ല രീതിയിൽ പഞ്ചായത്ത് രാജിന് റിസോഴ്സ് കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങൾ ആര് റെക്കമെൻഡ് ചെയ്യണം നാഷണൽ അല്ലെങ്കിൽ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതും നോക്കി വെക്കുക. ഇപ്പൊ ഇവർക്ക് ഫിനാൻസ് കിട്ടുന്ന സോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഇന്റേണൽ ഓൺ സോഴ്സ് ഓഫ് റവന്യൂ, ടാക്സ് റവന്യൂ ഉണ്ട്. ഇപ്പൊ പ്രോപ്പർട്ടി ടാക്സ് ഓഫ് ലാൻഡ്, ബിൽഡിങ്ങിന്, ടാക്സ് ഓൺ ഡ്യൂട്ടീസ് ഓഫ് കമ്മ്യൂണിറ്റീസ്, സർവീസ് ടാക്സ്, ടാക്സ് ഓൺ പ്രൊഫഷൻ ട്രേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഞ്ചായത്താണ് ടാക്സ് പിരിക്കുക, അത് അവർക്ക് എടുക്കാം. പിന്നെ നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ഓക്കെ, ഫീസും കാര്യങ്ങളൊക്കെ ഈടാക്കൂലേ ഓരോ സർവീസ് കൊടുക്കുന്നതിന്, അതൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഫണ്ടുകളാണ്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഉണ്ട്, സെൻട്രലിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും ഫണ്ട് വരുന്നുണ്ട്. ടൈഡ് ഗ്രാന്റ് വരുന്നുണ്ട്, സ്പെസിഫിക് പർപ്പസിന് വേണ്ടി കൊടുക്കുന്നതാണ്. അൺടൈഡ് ഗ്രാന്റ് ജനറൽ പർപ്പസിന് കൊടുക്കുന്നതാണ്. പെർഫോമൻസ് ബേസ്ഡ് ഗ്രാന്റ് കൊടുക്കാറുണ്ട്, സ്പെഷ്യൽ കാറ്റഗറി ഗ്രാന്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രാന്റ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആർക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് ഫണ്ട് കിട്ടാനുള്ള ഓരോ അവസരങ്ങളാണ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കാം. ഓക്കെ ആണോ? പിന്നെ അതർ സോഴ്സ് ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് വരുന്നുണ്ട് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിഫറെന്റ് സ്കീംസിൽ, PMGNREGA, PMAY, സാൻസദ് ആദർശൻ യോജന, അങ്ങനത്തെ ഓരോ ഫണ്ടിന്റെ ഓരോ സ്കീമിന്റെ ഭാഗമായിട്ടും ഇവർക്ക് ഫണ്ട് കിട്ടും. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മളുടെ പഞ്ചായത്ത് രാജിനുള്ള ഫണ്ടുകൾ എന്നിട്ട് അറിഞ്ഞിരിക്കാം. അടുത്ത പഞ്ചായത്ത് രാജിനെ അർബൻ ലോക്കൽ ബോഡിന്റെ കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. ഇപ്പൊ റീസെന്റ് ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് മിനിസ്റ്റർ ഓഫ് MHO ആയിട്ടാണ്. എന്തിനാണ്? ഇവരുടെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് അർബൻ ലോക്കൽ ബോഡിയിൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ലോഞ്ച് ഓഫ് 3 കീ ഇനിഷ്യേറ്റീവ് ആണ്. ആനുവൽ കപ്പാസിറ്റി ബിൽഡിംഗ് പ്ലാന്, ACBB ഫോർ 6 പൈലറ്റ് ULB ഉണ്ട്, അഹമ്മദാബാദ്, ഭുവനേശ്വർ, മൈസൂർ, രാജ്കോട്ട്, നാഗ്പൂർ. പിന്നെ കോംപ്രഹെൻസീവ് ടൂൾ കിറ്റ് ഫോർ പ്രിപ്പയറിംഗ് കപ്പാസിറ്റി ബിൽഡിംഗ്. ഇങ്ങനെ ഇത് മൂന്നും കൂടി വരുന്ന ഒരു സ്കീമാണ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യാന്നുള്ള വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടിയുള്ള ചില കമ്മീഷൻ ആണെന്ന് അറിഞ്ഞിരിക്കാം. ഇപ്പൊ ഈ കമ്മീഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ 2021 ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. കാരണം ഫിനാൻഷ്യൽ ഓട്ടോണമിയും എല്ലാം കൊടുക്കുന്നുണ്ട് ഇവർക്ക്. മിഷൻ കർമ്മയോഗിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന ഒരു കോമ്പണന്റ് ആണ് കേട്ടോ കപ്പാസിറ്റി ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു യൂണിഫോം അപ്രോച്ച് കൊണ്ടുവരിക. ഇതിന്റെ മെമ്പേഴ്സ് ആരൊക്കെ? ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 2 മെമ്പേഴ്സും ഉണ്ടാവും. ഓക്കെ, പിന്നെ കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക HR റിപ്പോർട്ട് പ്രകാരം. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? ഓഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്വം. അപ്പൊ നമുക്ക് അർബൻ ലോക്കൽ ബോഡിയെ കുറിച്ച് നോക്കാം. അർബൻ ലോക്കൽ ബോഡി എന്ന് പറയുന്നത് ഒരു സ്മോൾ ലോക്കൽ ബോഡിയാണ്. അഡ്മിനിസ്ട്രേറ്റർ ഗവൺമെന്റ് സിറ്റി അല്ലെങ്കിൽ ടൗൺ ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള സ്പെസിഫൈഡ് പോപ്പുലേഷനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോഡിയാണ് അർബൻ ലോക്കൽ ബോഡി എന്ന് പറയുക. അർബൻ ഗവൺമെന്റ്സ് ആരോ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്, എൻട്രി 5 കേട്ടോ. അപ്പൊ സ്റ്റേറ്റിന്റെ കീഴിലാണ് വരിക, അറിഞ്ഞിരിക്കുക. അപ്പൊ ഓരോ സ്റ്റേറ്റ്സിലും ചില ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട് 74th അമെന്റ്മെന്റ് പ്രകാരമാണ് അർബൻ ലോക്കൽ ബോഡി 3rd ടയർ ഗവൺമെന്റ് ആക്കി പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായിട്ട് 3 ലെയർ ഉണ്ട്. അത് ഒന്ന് നഗർ പഞ്ചായത്ത് ട്രാൻസിഷൻ ഏരിയക്ക്, മുനിസിപ്പൽ കൗൺസിൽ സ്മോളർ അർബൻ ഏരിയക്ക്, മുനിസിപ്പൽ കോർപ്പറേഷൻ വലിയ അർബൻ ഏരിയക്ക്, ഇങ്ങനെ 3 വിഭാഗമായിട്ട്. ഇപ്പൊ നമ്മൾ വില്ലേജിൽ പറയുകയാണെങ്കിൽ വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് പറയുന്ന പോലെ ഇവിടെ നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇങ്ങനെ. പിന്നെ കപ്പാസിറ്റി ബിൽഡിങ്ങിന് ഒരുപാട് പദ്ധതികളുണ്ട്. നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ ഉണ്ട്, മുനിസിപ്പൽ ബോണ്ട് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്, ഫണ്ട് കണ്ടെത്താനുള്ള ഒരു മാർഗമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തൊരു ആക്ട് ആണ് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ദ ഷെഡ്യൂൾ ഏരിയാസ് ആക്ട് 1996, പെസ ആക്ട് എന്ന് പറയും. ജാർഖണ്ഡിന്റെ ഒരു ഇഷ്യൂ ഇതിന് പഞ്ചായത്ത്. ഓക്കെ, ഈ ഒരു പെസ ആക്ട് ഡ്രാഫ്റ്റ് റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്, പബ്ലിക് കൺസൾട്ടേഷന് വിളിച്ചിട്ടുണ്ട് ജാർഖണ്ഡ്. അതാണ് ന്യൂസിൽ വരാൻ കാരണം. അപ്പൊ പെസ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? പെസ ആക്ട് എന്ന് പറയുന്നത് ദിലീപ് സിംഗ് ബുവാരിയ കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം കൊണ്ടുവന്നതാണ്. 1996 എനാക്ട് ചെയ്യുന്നത്. എന്തിനാണ്? ഇറ്റ് പ്രൊവൈഡ് ഫോർ ദി എക്സ്റ്റൻഷൻ ഓഫ് ദി പ്രൊവിഷൻ പാർട്ട് 9 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ചില സ്റ്റേറ്റ്സിലോട്ടും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ്? ഷെഡ്യൂൾഡ് ഏരിയാസ് ഓഫ് 10 സ്റ്റേറ്റ്സിലോട്ടാണ് ഇപ്പൊ അത് കിട്ടുന്നത്, ആർട്ടിക്കിൾ 244 ക്ലോസ് 1 പ്രകാരം. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് പെസ എന്ത് ചെയ്യുന്നുണ്ട്? എംപവർ ചെയ്യുന്നത് സ്റ്റേറ്റ്സ് ലെജിസ്ലേച്ചർ എന്ത് ചെയ്യണം? ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് വേണമെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ജാർഖണ്ഡ് ഇപ്പൊ നിയമം ഉണ്ടാക്കുന്നത്, ചില മാറ്റങ്ങൾ വരുത്തുന്നത്. പ്രസന്റ്ലി 10 സ്റ്റേറ്റ്സ് ആണ് ഇപ്പൊ അതുള്ളത്. ഏതൊക്കെയാണ്? ആന്ധ്ര, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ,
തെലുങ്കാന ആണ് ആ 5th ഷെഡ്യൂൾ ഏരിയാസ് ഇൻ ദയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ 8 സ്റ്റേറ്റ്സ് എക്സെപ്റ്റ് ജാർഖണ്ഡ്, ഒഡീഷ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മിനിസ്റ്റർ പഞ്ചായത്ത് രാജ് ആണ് ഇതിന്റെ നോഡൽ മിനിസ്റ്ററി. ഈ പെസ ആക്ട് നമ്മൾ പറയാറ് എന്താ അറിയോ, എ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രിലിംസിനാണ് തോന്നുന്നത് മുമ്പ് കണ്ടിട്ടുണ്ട്. എ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏത് ആക്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്? അത് പെസ ആക്ടിനെയാണ്. പെസ ആക്ട് പ്രകാരം എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പൊ സാധാ സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് അങ്ങനെ അവർ അപ്ലിക്കബിൾ ആവില്ല. ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അപ്ലിക്കബിൾ ആവുക. അത് അറിഞ്ഞിരിക്കാം. അവർക്കുള്ള പവേഴ്സ് എന്താണ്? ഇവർക്ക് എന്ത് ചെയ്യാണ്, മാൻഡേറ്ററി കൺസൾട്ടേഷൻ ചെയ്യാറുണ്ട് അക്യൂസിഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. പിന്നെ ടു കൺട്രോൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ അധികാരം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിന് ഗ്രാമസഭ കിട്ടുന്ന അധികാരങ്ങളാണ്. ഇവർക്ക് എന്ത് ചെയ്യാം, വാട്ടർ ബോഡീസ്, മൈനർ വാട്ടർ ബോഡീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം. ആൻഡ് റെഗുലേറ്റ് റെസ്ട്രിക്ട് സെയിൽ ആൻഡ് കൺസപ്ഷൻ ഓഫ് ദി ലിക്വർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കുക ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത്. പിന്നെ റീസെറ്റിൽമെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ പോലത്തെ എന്തെങ്കിലും പ്രൊജക്ട് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, റീസെറ്റിൽമെന്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. പെസന്റെ മറ്റുള്ള ആക്ടുകൾ എന്തൊക്കെയാണ്? ഒന്ന് കൺഫേമിറ്റി വിത്ത് കസ്റ്റമറി ലോ, അവരുടെ കസ്റ്റംസുമായിട്ട് നമ്മൾ അതിനെ ഇണങ്ങി ചേരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ പെസ. ഈ പെസ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ പഞ്ചായത്ത് ആക്ട് അതുപോലെ ഇവർക്ക് അപ്ലിക്കബിൾ ആവില്ല. ഇവർക്ക് എന്ത് ചെയ്യാം, ഇതെന്ന് പറയുന്ന ട്രൈബൽ ഏരിയാസ് ഒക്കെ കൂടുതലുള്ള ഏരിയാസ് ആണ്. അവർക്ക് അവരുടേതായ കസ്റ്റമറി ലോസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇവർക്ക് പഞ്ചായത്ത് നിയമം കിട്ടുന്നതാണ് പെസ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പഞ്ചായത്ത് ഷാൾ ബി കൺഫോമിറ്റി വിത്ത് ദ കസ്റ്റമറി ലോസ്. അവരുടെ സോഷ്യൽ റിലീജിയസ് പ്രാക്ടീസുമായിട്ട് അത് ഒത്തുപോകുന്നതായിരിക്കണത്. പിന്നെ ഗ്രാമസഭക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എവറി വില്ലേജ് ഗ്രാമസഭ ഉണ്ട്. ഇവർക്ക് ഒരുപാട് അധികാരങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത് എന്തൊക്കെയാണ്? ഗ്രാമസഭ ഒരുപാട് റോൾ ഉണ്ട്. ഡെവലപ്മെന്റ് വർക്ക് വില്ലേജിലൊക്കെ എന്താണ് അപ്രൂവ് ചെയ്യുന്നതിൽ ഇവർക്ക് അനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പിന്നെ ഗ്രാമസഭ ടു സേഫ് ഗാർഡ് പ്രിസർവ് ദ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യണം, അവർക്ക് പ്രിസർവ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റിസർവേഷൻ പറയുന്നുണ്ട്. ഇവര് പഞ്ചായത്തിൽ ആ റിസർവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്മ്യൂണിറ്റി കൊടുക്കണം. മിനിമം 50% ആ പോപ്പുലേഷൻ അവർക്ക് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഓൾറെഡി 5th ഉം 6th ഉം ഷെഡ്യൂൾ പറയുന്നുണ്ട്. ഇവർക്ക് ഓൾറെഡി കുറെ അധികാരങ്ങൾ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. 5th ഉം 6th ഷെഡ്യൂൾ വ്യത്യാസം എന്താണ്? രണ്ടും ഷെഡ്യൂൾ ട്രൈബൽ ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഷെഡ്യൂൾ ഏരിയ, ട്രൈബൽ ഏരിയ ഒക്കെ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 244 ക്ലോസ് 1 വരുന്നത്. 5th ഷെഡ്യൂൾ അപ്ലൈ ടു ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി ഷെഡ്യൂൾ ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. രണ്ടും ഉണ്ട്. ഷെഡ്യൂൾ ഏരിയ ഉണ്ട്, ഷെഡ്യൂൾ ട്രൈബ്സ് ഉണ്ട്. ഇൻ എനി സ്റ്റേറ്റ്, അതാണ് പ്രത്യേകത. 4 സ്റ്റേറ്റ് ഒഴികെ, ഏതൊക്കെ? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഈ 4 സ്റ്റേറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്സിലും ഏത് അപ്ലിക്കബിൾ ആവും? 5th ഷെഡ്യൂൾ അപ്ലിക്കബിൾ ആവും. അപ്പൊ 6th ഈ 4 സ്റ്റേറ്റ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇവിടെ ഒരു കൗൺസിൽ ഉണ്ട്. ഈ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ആക്ട് പ്രകാരം ഇവിടെ കൗൺസിൽസ് ഉണ്ടാക്കാം, അതിന് അധികാരങ്ങൾ കൊടുക്കാം. ഇവിടെ ഓട്ടോണമി ഡിസ്ട്രിക്ട് കൗൺസിൽ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനെ കൊടുക്കുന്നുണ്ട്. ഇതിന് ഓട്ടോണമി എന്ന് പറയുന്ന പഞ്ചായത്ത് എക്സ്റ്റൻഷൻ പെസ പറയുന്നുണ്ട് ആക്ട്. ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചില ഇത് കൊടുക്കാൻ പറ്റും. 6th 5th ഷെഡ്യൂൾ ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ ഉണ്ട്. ഒരു അഡ്വൈസറി പവർ മാത്രമേ ഇവർക്കുള്ളൂ. ഇവിടെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഓട്ടോണമി കൊടുക്കുന്നുണ്ട്. 5th ഓട്ടോണമി ഉണ്ട്. 6th ADC ഉണ്ട്, അവർക്ക് കൂടുതൽ പവേഴ്സ് ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതാണ് ഏത് 6th ഉം 5th ഉം ഡിഫറൻസ്. മനസ്സിലാക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതാണ് അതിൽ അറിയേണ്ട കാര്യം. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ന്യൂസും കൂടി ഇതിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു വൈസ് ചെയർപേഴ്സന്റെ പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യസഭ ചെയർമാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ആണ്. ഒരു ഓൾ വുമൺ പാനൽ ഉണ്ട് രാജ്യസഭയിൽ. രാജ്യസഭ റൂൾ പ്രകാരം പറയുന്നുണ്ട് ചെയർമാൻ എന്ത് ചെയ്യാം, കുറച്ച് മെമ്പേഴ്സിന്റെ ഇടയിൽ തന്നെ കുറച്ച് ആളുകളെ ഈ ഒരു വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. ഈ വൈസ് ചെയർപേഴ്സൺസ് എന്തിനാന്ന് അറിയോ? പാനൽ. ഈ പാനൽ എന്ന് പറയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസൈഡ് ചെയ്യാൻ പറ്റും. ഈ ഹൗസിലുള്ള ചെയർമാനോ ഡെപ്യൂട്ടി ചെയർമാനോ ആബ്സെന്റ് ആയാൽ ഇവരാണ് പ്രിസൈഡ് ചെയ്യുക. ചെയർമാനും ഇല്ല, ഡെപ്യൂട്ടി ചെയർമാനും ഇല്ല, ആബ്സെന്റ് ആയി. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഇവരുണ്ടാക്കിയ ഒരു പാനലിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാളാണ് പ്രിസൈഡ് ചെയ്യുക. പക്ഷെ പ്രത്യേകം അറിഞ്ഞിരിക്കുക, ദേ കനോട്ട് പ്രിസൈഡ് ഓവർ ദ ഹൗസ്. എപ്പം ചെയർമാന്റെയും ഡെപ്യൂട്ടി ചെയർമാന്റെയും സീറ്റ് വേക്കന്റ് ആയാൽ പറ്റൂല. വേക്കന്റും ആബ്സെന്റും ഡിഫറെന്റ് ആണ്. ആബ്സെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി ചെയർമാൻ ഉണ്ട്, തൽക്കാലമായിട്ട് എന്ത് ചെയ്തു, അയാൾക്ക് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അസുഖമായി എന്തെങ്കിലും കാരണം, അതാണ് ആബ്സെന്റ്. വേക്കന്റ് എന്ന് പറയുന്ന ആ പോസ്റ്റ് തന്നെ ഇപ്പം ഇല്ല, പോസ്റ്റിൽ ആളെ ഇല്ല, അത് വേക്കന്റ് ആണ്.
അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ പ്രസിഡന്റ് ആണ് ഒരാൾ അപ്പോയിന്റ് ചെയ്യുക, അല്ലാതെ ഈ പാനലിലുള്ള ആളല്ല. ഈ പാനലിലുള്ള ആൾക്ക് എപ്പോഴാ അധികാരം? ഈ പാനലിനെ അപ്പോയിന്റ് ചെയ്ത ചെയർമാൻ ഓൾറെഡി ഉണ്ടെങ്കിലാണ് അധികാരം. ഹൗസിൽ വേണ്ട, പുറത്തുണ്ട് അധികാരം, അയാൾക്ക് ഉണ്ടെങ്കിലാണ് അധികാരം, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. ആ സമയത്ത് അവർക്ക് ചെയർമാന്റെ അതേ സെയിം പവർ ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. അതാണ് പാനൽസ് ഓഫ് വൈസ് ചെയർമാൻസ് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അടുത്താണ് പാർലമെന്റ് സെഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ സെഷൻ എന്നുള്ള മെൻഷൻ ചെയ്യുന്നില്ല. സെഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ഒക്കേഷനിൽ ചിലപ്പോൾ ചില സ്പെഷ്യൽ സെഷൻസ് ഉണ്ടാക്കാറുണ്ട്, അതിനാണ് സ്പെഷ്യൽ സെഷൻ നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 85 പ്രകാരമാണ് പറയുന്നത് പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ ആണ് മീറ്റ് ചെയ്യേണ്ടത്. 2 പ്രാവശ്യം നിർബന്ധം മീറ്റ് ചെയ്യണം. അതായത് 2 സെഷൻസിന്റെ ഇടയിലുള്ള മാക്സിമം ഗ്യാപ്പ് 6 മാസമേ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിനിമം ഒരു വർഷം 2 സെഷൻ ആണെങ്കിലും ഉണ്ടാവും. പക്ഷെ നോർമലി ഇപ്പൊ 3 സെഷൻ ആണുള്ളത് കേട്ടോ. പിന്നെ 3 സെഷൻസ് ആണുള്ളത്. പാർലമെന്റ് സമ്മറും വിന്ററും ബഡ്ജറ്റ് സെഷനും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡസ് നോട്ട് പ്രിവെന്റ് സമ്മണിങ്. പാർലമെന്റ് എന്ത് ചെയ്യാണ്, ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ സെഷൻസ് ആവാം, അതിനാണ് നമ്മൾ സ്പെഷ്യൽ സെഷൻസ് എന്ന് പറയാം. അപ്പൊ അതിൽ പാർലമെന്റ് കമ്മിറ്റി, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെന്ററി അഫയേഴ്സ് ആണ് ഡിറ്റർമൈൻ ചെയ്യുക ഡേറ്റും ഡ്യൂറേഷൻ ഒക്കെ കേട്ടോ. അടുത്താണ് ഇമ്മ്യൂണിറ്റി ഓഫ് ദി പ്രസിഡന്റ്. ഇപ്പൊ പ്രസിഡന്റിന് ചില ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 361 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ ചില ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. എന്തിനൊക്കെയാണ്? പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസിഡന്റ് ഗവർണർക്കുണ്ട് സെക്യൂരിറ്റി, കോർട്ട് സ്ക്രൂട്ടിനി ചെയ്യാൻ പറ്റില്ല. അവർ ഓഫീസ് ചെയ്ത കാര്യങ്ങളൊന്നും കോടതി ചെക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് ചെയ്തു, എന്ത് ചെയ്തില്ല, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ. അങ്ങനത്തെ അധികാരങ്ങൾ ചിലതുണ്ട്. പിന്നെ കണ്ടക്ട് ഓഫ് പ്രസിഡന്റ് ക്യാൻ ബി റിവ്യൂഡ് ഓൺലി ഇഫ് ദ എയ്തർ ഓഫ് ദി പാർലമെന്റ് ഡെസിഗ്നേറ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല. അതൊക്കെ അറിഞ്ഞിരിക്കുക. അങ്ങനെ ആർക്ക് കിട്ടുന്ന പ്രിവിലേജ് ആണ് പ്രസിഡന്റിന്. പിന്നെ റൂൾ 176/267 ഇതെന്ന് പറയുന്നത് ബിസിനസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. റൂൾ 176 അലോ ചെയ്യുന്നുണ്ട് ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ നടത്താനുള്ള കൗൺസിലുമായി ബന്ധപ്പെട്ട് വരുന്ന അറിഞ്ഞിരിക്കുക, സ്റ്റേറ്റിലുള്ള കൗൺസിലുമായി ബന്ധപ്പെട്ട്. പിന്നെ മറ്റൊരു മോഷനാണ് അഡ്ജേൺമെന്റ് മോഷൻ. അഡ്ജേൺമെന്റ് മോഷൻ എന്ന് പറയുന്നത് ലോകസഭയിൽ മൂവ് ചെയ്താണ്. എന്താണ്, ഡിസ്കസിങ് ദ ഡെഫിനിറ്റ് മാറ്റർ ഓഫ് ദി അർജന്റ് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള മോഷനാണ് അഡ്ജേൺമെന്റ് മോഷൻ എന്ന് പറയുന്നത്. ഈ അഡ്ജേൺമെന്റ് മോഷൻ കൊണ്ടുവരണമെങ്കിൽ 50 മെമ്പേഴ്സ് ഇത് സപ്പോർട്ട് ചെയ്യണം. ഇത് എലമെന്റ് ഓഫ് സെൻഷർ ഉണ്ട്. ഈ അഡ്ജേൺമെന്റ് മോഷൻ പാസ്സായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഗവൺമെന്റ് രാജിവെക്കേണ്ടി വരും. ഇത് രാജ്യസഭയിൽ അതുകൊണ്ട് ഇത് പറ്റൂല, ലോകസഭയിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. ഇതിന്റെ ഡിസ്കഷൻ 2.5 മണിക്കൂറിൽ കുറയാൻ പാടില്ല എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. മറ്റേതാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയും. ഒരു കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റി ഓഫ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഉണ്ട്, രാജ്യസഭയിലുള്ള കമ്മിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ റിലീസ്ഡ് റിലേ ഫ്രെയിമിംഗ് ഓഫ് ദി റൂൾസ് അണ്ടർ ദ വേരിയസ് ആക്ട്സ് ബൈ ദ മിനിസ്റ്റേഴ്സ് റിപ്പോർട്ട്. അതാണ് ന്യൂസ് വരാൻ കാരണം. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ ലെജിസ്ലേഷൻ ആണ് മെയ്ഡ് ബൈ ദ അതോറിറ്റി ഓഫ് സബോർഡിനേറ്റ് ടു ലെജിസ്ലേച്ചർ. ഓക്കെ, അഥവാ ഈ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ അറിയോ, ഇപ്പൊ ലെജിസ്ലേഷൻ ഇപ്പൊ മിനിസ്റ്റേഴ്സിന് അവർക്ക് ഒരുപാട് സമയം ഉണ്ടോ? ഇല്ല. ഒരു നിയമത്തെ കുറിച്ച് ഒരുപാട് അവർക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യും, ഒരു നിയമത്തെ പഠിക്കാൻ വേറെ ടീമിനെ ഏൽപ്പിക്കുക. അതാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം ലെജിസ്ലേച്ചർ ആവുന്ന ലിമിറ്റേഷൻ ഓഫ് ടൈം ഉണ്ട്, അത് പ്രാക്ടിക്കൽ നെസസിറ്റി ഉണ്ട്, അതിൽ ടെക്നിക്കൽ എക്സ്പെർട്ട് ഒന്നും ഉണ്ടാവില്ല. അത്തരം ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്ന കമ്മിറ്റിയാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. മുമ്പ് UPSC ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. പിന്നെ പാർലമെന്റ് സെക്യൂരിറ്റി ബ്രീച്ചിന്റെ ആയിട്ട് തന്നെ പാർലമെന്റിലെ കുറച്ച് ആൾക്കാർ ഗസ്റ്റ് ഇതിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ചെറിയ സ്പ്രേ കളർ ഗ്യാസ് സ്പ്രേ നടത്തിയിട്ടുണ്ട്. അപ്പൊ ചില റെസ്ട്രിക്ഷൻസ് ഓൾറെഡി പാർലമെന്റിൽ കയറുന്നതിനൊക്കെ ഉണ്ട് കേട്ടോ. സമ്മതത്തോടു കൂടി മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ മറ്റൊരിതാണ് സർപഞ്ച് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ റൂറൽ ഡെവലപ്മെന്റ് പഞ്ചായത്ത് രാജ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് മെമ്പേഴ്സിന്. എന്തിനാണ് ഈ ഒരു സർപഞ്ച് പാർട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രധാൻ പാർട്ടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി. ഇതെന്ന് പറയുന്നത് അറിയോ, ഇപ്പൊ ഹസ്ബൻഡ്, ഇപ്പൊ വൈഫ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതിനെ പറയുന്ന പേരാണ് ഈ സർപഞ്ച് പാർട്ടി. നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ടുണ്ട്. സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ടല്ലോ, ആ റിസർവേഷനിൽ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ അത് ഹസ്ബൻഡ് ആ ഫുള്ള് നോക്കുക, എന്ത് ചെയ്യണം ചെയ്യണ്ട. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യണം, കപ്പാസിറ്റി ബിൽഡിംഗ് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞിരിക്കുക. പിന്നെ വിമർ റിസർവേഷൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അതിൽ 73 പ്രകാരം 1/3 എന്ത് ചെയ്യണം, സ്ത്രീകൾക്ക് കൊടുക്കണം റിസർവേഷൻ എന്ന് പറയുന്നുണ്ട്. അതാണ് ഇത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ പല സ്റ്റേറ്റ്സും, കേരള, ബീഹാർ, മഹാരാഷ്ട്ര, അവരൊക്കെ 50% റിസർവേഷൻ ഉണ്ട്.
പിന്നെ അടുത്ത് കോട്ട ബാക്ക്വേർഡ് ക്ലാസ് അർബൻ ലോക്കൽ ബോഡിയിൽ ഹരിയാന ക്യാബിനറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ റിപ്പോർട്ട് ഓക്കെ റിസർവേഷൻ കൊടുക്കാൻ വേണ്ടി ബാക്ക്വേർഡ് ക്ലാസ്സിന് ബ്ലോക്ക് എ കാറ്റഗറി ULBയിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അറിഞ്ഞിരിക്കാം. ഇതൊക്കെയാണ് ആ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ജുഡീഷ്യറി ഇങ്ങനത്തെ ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അറിയിക്കാം. സ്പീഡ് കൂട്ടണമെങ്കിൽ അറിയിക്കാം, കുറയ്ക്കണമെങ്കിലൊക്കെ അറിയിക്കാം. കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോവാത്തത് സമയം നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പൊ പൊളിറ്റി മാത്രം തീർത്താൽ പറയില്ല. പൊളിറ്റി തീർത്തിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് തീർക്കണം. അതുകൊണ്ടാണ് കുറഞ്ഞ സമയം എടുത്ത് പെട്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. 85 ഡേയ്സിന്റെ പ്രിലിംസ് റിവിഷൻ ക്ലാസ് നടക്കുന്നുണ്ട് യൂട്യൂബിൽ. അപ്പൊ അറ്റൻഡ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് മെന്റർഷിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ വേണം കൊണ്ടുവരാൻ കാണാം. ഇതുവരേക്കും